പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയാണ് ആക്രമണം നടത്തിയത്. ഇസ്രയേലിലേക്ക് വൻ ആക്രമണമായിരുന്നു ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം കഴിഞ്ഞ ദിവസം അതിൻ്റെ തലവനായ ഹസൻ നസ്രുല്ല ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഹസൻ നസ്രുല്ല പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ഇസ്രായേലിൻ്റെ മിലിറ്ററി ബേസ്മെൻറ്റ് മുതൽ അവരുടെ ഓരോ ടാർഗറ്റുകളും കൃത്യമായി അച്ചീവ് ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു കടലിൽ കപ്പലിന് നേരെ ഇസ്രായേലി കപ്പലിന് നേരെ ഉണ്ടായ ഹിസ്ബുള്ളയുടെ ആക്രമണം അത് വലിയ രീതിയിലുള്ള നാശം ഇസ്രായേലിന് ഉണ്ടാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് അവരുടെ പല പോയിന്റുകളും സൈനിക കേന്ദ്രങ്ങളും പല രീതിയിലുള്ള അവരുടെ മെയിൻ ഈ ഒരു ബേസ്മെൻറ്റുകളും ഹിസ്ബുള്ളയ്ക്ക് തകർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ കൃത്യമായിട്ട് ഒരു വിവരവും പുറത്തുവിടുന്നില്ല. ഒരു വിവരവും പുറത്തുവിടുന്നില്ല എന്ന് മാത്രമല്ല, വിവരം വിടുന്ന സംവിധാനങ്ങളെ അടക്കം ടെലിഗ്രാമിനെ അടക്കം പൂട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ കൃത്യമായിട്ട് ഒരു വിവരങ്ങളും അവർക്ക് കിട്ടിയ തിരിച്ചടികളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. തങ്ങളുടെ കമാൻഡറായ ഫവാദ് ഷുക്കൂറിൻ്റെ കൊലപാതകത്തിനുള്ള പ്രതികാരമായാണ് ഹിസ്ബുള്ള ഇത് ഒന്നാം ഘട്ടം ചെറിയ ഘട്ടം ആയ ഒരു ആക്രമണമാണ് ഇസ്രായേലിനെതിരെ നടത്തിയത്. ഇനി വരാൻ പോകുന്നത് കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾ, ഇസ്രായേലിന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ആക്രമണങ്ങൾ ആണ് ഇനി വരാൻ പോകുന്നതെന്നാണ് ഹസൻ നസ്രുല്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം മറ്റൊരു ദിശയിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ 11 മാസമായി രൂക്ഷമായ ഇസ്രായേലി ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന ഗസയിൽ നിന്നും ടെൽ അവീവിലേക്ക് ഹമാസ് റോക്കറ്റുകൾ മിസൈലുകളും അയച്ചു എന്നതാണ്. അത് ടെൽ അവീവിൽ പതിച്ചു എന്നും ഉള്ള വിവരങ്ങളും ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 11 മാസമായി കുട്ടികളെയും സ്ത്രീകളെയും വ്യാപകമായി ആക്രമണം നടത്തി കൊലപ്പെടുത്തുന്ന ഇസ്രായേലി ആക്രമണത്തിന് ഹമാസിന് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ടെൽ അവീവിലേക്ക് ഇവരുടെ റോക്കറ്റ് അയച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ സൈനികരുടെ പൂർണ്ണമായ കേന്ദ്രമായി മാറിയിട്ടുള്ള, എല്ലായിടത്തും സൈനിക ശക്തികൾ കൊണ്ട് നിറച്ചിട്ടുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടിയാണിത്. കൃത്യമായിട്ട് ഹമാസ് അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഈ 11 മാസത്തിന് ശേഷവും കൃത്യമായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെൽ അവീവിനെ ലക്ഷ്യമാക്കി ഹമാസിന് ഇന്നും ഗസയിൽ നിന്നും റോക്കറ്റ് അയക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ മനസ്സിലാക്കേണ്ടത് അവർ യുദ്ധത്തിൻ്റെ പരാജയത്തിൻ്റെ ദിശയിലാണ് എന്നതാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട്, ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഹൂത്തികളും, അതായത് യമനിലെ അൻസാറുള്ളയും അതുപോലെ തന്നെ ഹമാസും ഈ ഒരു ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമാധാന ശ്രമങ്ങൾക്കുള്ള ചർച്ചകൾ കൊയ്റോയിൽ തീരുമാനമാകാതെ പിരിഞ്ഞിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് ആ ഒരു ചർച്ചകളിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും സമാധാനം സ്ഥാപിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹമാസ് മുന്നോട്ട് വെച്ച കൃത്യമായിട്ട് ഹമാസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ സൈനിക ശേഷി പൂർണ്ണമായിട്ടും ഗസയിൽ നിന്നും പിന്മാറുന്നത് വരെ സമാധാന ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുമില്ലാന്ന്. അത് ചെയ്തിട്ട് മാത്രമേ സമാധാന ചർച്ചകൾക്ക് ഉള്ള ബാക്കി അജണ്ടകൾക്ക് തീരുമാനമാകൂ എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു യുദ്ധത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇസ്രായേൽ ഇനി എന്ത് തന്ത്രമാണ്, ഇനി ഏത് ആക്രമണം, സാധാരണ ഇസ്രായേൽ ലബനനിൽ നിന്നും ഇത്തരം ഒരു തിരിച്ചടി കിട്ടിയാൽ, ഹിസ്ബുള്ളയുടെ അടുത്തു നിന്നും ഒരു തിരിച്ചടി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ലബനനിലെ കേന്ദ്രങ്ങളെ ആയിരിക്കും ലക്ഷ്യം വെക്കുക. അതായത് ജനവാസ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വെക്കുക. അവിടെ വ്യാപകമായ ആക്രമണം നടത്തുന്ന ഒരു രീതിയാണ് ഇസ്രായേൽ അവലംബിക്കുക. പക്ഷേ ഇപ്രാവശ്യം ഇസ്രായേൽ അത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തങ്ങൾക്ക് ഇത്തരം ഒരു റോക്കറ്റിൻ്റെ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഡ്രോണുകളുടെ ഒക്കെ ഒരു ശക്തമായ ആക്രമണത്തെ നേരിടേണ്ടി വന്നിട്ട് പോലും തിരിച്ച് ലബനനിലേക്ക്
എന്താക്കിയിട്ടില്ല, അവർ ആക്രമണം നടത്തിയിട്ടില്ല ജനവാസ കേന്ദ്രങ്ങളിലേക്ക്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവർ എന്താണ് അവരുടെ പാളിച്ചകൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഇത് ഇനിയും രൂക്ഷമായ അവസ്ഥയിലേക്ക് ഹിസ്ബുള്ളയും അതോടൊപ്പം തന്നെ മറ്റു റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളും മാറിയാൽ തങ്ങൾക്കത് വൻ ദുരന്തമായി മാറുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല എങ്കിൽ ഇപ്പോഴേ ഇസ്രായേലിൻ്റെ ഒരു സ്വഭാവം വെച്ച്, കാലങ്ങളായി അവരുടെ ചെയ്തികൾ വെച്ച് കൃത്യമായിട്ട് അവർ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കാര്യം ലെബനനിലേക്ക് കൂടി തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കുക എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് അവർ ആ രീതിയിൽ പെരുമാറിയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു മാറ്റമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഇറാനിൻ്റെ പിന്തുണ കിട്ടുന്ന ഗ്രൂപ്പുകളൊക്കെയാണ് ഈ ഇസ്രായേലിനെതിരെ യുദ്ധം നയിച്ചു കൊണ്ടിരിക്കുന്ന അൻസാറുള്ളയാണെങ്കിലും, അല്ലെങ്കിൽ യമനിലെ ഹൂത്തി അൻസാറുള്ള, അതുപോലെ തന്നെ ലെബനനിലെ ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഫലസ്തീനിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പ്, ഇവരൊക്കെയും ഇറാൻ പൂർണ്ണമായിട്ടും പിന്തുണക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഫലസ്തീൻ സ്വാതന്ത്ര്യ പോരാട്ടത്തെ ലോകത്തിലുള്ള ഭൂരിഭാഗം ജനങ്ങളും പിന്തുണക്കുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിലേക്ക് എത്താൻ പോകുന്ന ഗസ യുദ്ധം അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷം പുതിയ ഒരു ലോകക്രമത്തിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു വെച്ചിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതേ സമയത്ത് തന്നെ യുക്രൈനിൽ കടുത്ത ആക്രമണങ്ങൾ റഷ്യ തുടങ്ങിയിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിൻ്റെ ഒക്കെ ഒരു ശ്രദ്ധ എന്തായിട്ടുണ്ട്, ഇറാൻ ആക്രമണം ഈ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ റഷ്യ അത് മുതലെടുത്തുകൊണ്ട് യുക്രൈനിലേക്ക് കടുത്ത ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പുണ്ടായതുപോലെയല്ല, ഇസ്രായേലിൻ്റെ എതിർ നിൽക്കുന്നവർക്ക് ഒരു പിന്തുണയും ലോകത്തുനിന്ന് കിട്ടാത്ത സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ന് റഷ്യയും അതുപോലെ തന്നെ അത്തരം ശക്തികൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇസ്രായേലും അമേരിക്കയും ഉദ്ദേശിച്ച രീതിയിൽ ഇതിനൊരു പര്യവസാനം ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്.